கண்கள் நீயே காற்றும் நீயே தூணும் நீ துரும்பில் நீ வண்ணம் நீயே வானும் நீயே ஊனும் நீ உயிரும் நீ பல நாள் கனவே ஒரு நாள் நனவே ஏக்கங்கள் കൊട്ടാരത്തിൻ്റെ ഡോറ് തുറന്നിരിക്കുകയാണ് കേട്ടോ. മൈ ലൈഫ് പാലസിലോട്ടാണ് നമ്മളിപ്പം എൻ്റർ ചെയ്യുന്നത്. എനിക്കൊരു പറയാൻ വാക്കുകളില്ല ഗൈസ്, ഒരു രക്ഷയില്ല. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പൂക്കളാണ്, ഓണമായതുകൊണ്ടേ നല്ലൊരു ഇതാണ്. ആംബിയൻസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. രാത്രിയിൽ കുറച്ചുകൂടെ വൈബായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കുറേ റൂംസുകളുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് മൈ ലൈഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാമല്ലോ ടിയ. അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതും ടിയ എങ്ങനത്തെ റൂംസ് ആണ് ടിയ? ലക്ഷറി റൂം, അതില് കിഡ്സിന്റെ റൂമാണ് ഗൈസ്. നിങ്ങൾ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിഡ്സിന്റെ റൂമാണ് നമുക്ക് അതികുട്ടിന്റെ ടോയ് എന്തോ പ്രശ്നമായിട്ടുണ്ടോ? സെറ്റായിട മുത്തേ? സെറ്റായാ? ഓക്കെ. വാട്ടർഫോൾസ് ഉണ്ട്. ഇനി കുറെ സംഭവങ്ങളുണ്ട്. ഇതിപ്പോ മോർണിംഗ് ഒരു 8:30 ആയിട്ടുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ചെറിയൊരു ഫോട്ടോഗ്രാഫർ വരും ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. 2 സ്റ്റിൽ എടുക്കാന്ന് പറഞ്ഞിട്ടേ. ഓക്കെ, ദേ നമ്മൾ കാറ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ മേലോട്ടാണ് കേട്ടോ പോകുന്നത്. മേലോട്ട് കാണിച്ചു തരാം. മൊത്തം ലൈറ്റാണ്, അതുകൊണ്ട് കുറച്ചൊരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ കാണുന്നുണ്ട്. ഓ മൈ ഗോഡ്, അത് എന്നേടാ? ഓ ആ ലൈറ്റ് ഒന്ന് നോക്കിയേ ഗൈസ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരു പൂള് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. നല്ല ഡീപ്പാട്ടോ. ഇവിടെ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പറ്റൂ, അവിടെയെല്ലാം നല്ല ഡീപ്പാണ്. വാടാ, എന്നാലും കിഡിലൻ പൂളാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഇതെന്താണിത് ശരിക്കും? പാലസോ? പിന്നെ പാലസിലല്ലേ നമ്മൾ ഇരിക്കുന്ന ടിയ. ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ വേണമെന്ന് പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മുടെ അവിടുത്തെ ഷെഫ്സ് എല്ലാം നമുക്ക് ടിയ എല്ലാം തരുന്നതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് മേലോട്ട് പോവാം. കുട്ടിക്ക് അറിയാത്ത ഒരു സർപ്രൈസ് ആട്ടോ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതേ നമ്മൾ പാലസിൽ ഇവിടെയാണ്. ആ കുട്ടിക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഈ ഭാഗത്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായി നോക്കാം. യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ടീക്കുട്ടിക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തതാണ്. ഒരു ഹൈഡ്രജൻ ബലൂണ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ടീക്കുട്ടി എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ നമുക്ക് വേറൊരു തീമിൽ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ക്യുക്കായിട്ട് ഡിസൈഡ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തു തന്നവരാണെങ്കിലും ശരി, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നത്. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇത്രയും സൈസിൽ ഈ ഹൈഡ്രജൻ ബലൂൺ നമുക്ക് അറ്റാച്ച് ചെയ്യണം. ചിലത് പറന്നു പോവും. അപ്പോൾ താഴെ തന്നെ ഫ്ലോറിൽ തന്നെ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് വളരെ ഇഷ്ടമായി. ടീക്കുട്ടിക്കും ഡാഡിക്കും അദ്യക്കുട്ടനും എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടോ. ഹൈഡ്രജൻ ബലൂൺ ഇഷ്ടപ്പെടാത്ത ആരല്ലേ ഉള്ളത്? അപ്പോൾ ഈ ഒരു കളർ തീമായിരുന്നു ഞാൻ പറഞ്ഞത്. ചിലതെല്ലാം മേലെ പൊങ്ങി പോകുന്നുണ്ട്. പിന്നെ കേക്കും ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് ഈ ഒരു ഹൈഡ്രജൻ ബലൂണിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. അത് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെ കേക്ക് കൊണ്ടുവന്ന ആളാണെങ്കിലും ശരി, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ടീക്കുട്ടി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വരുന്നതെന്നൊക്കെ. സംഗതി ഇതിനാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം സെറ്റാക്കി നമുക്ക് ടീക്കുട്ടിയുടെ എൻട്രി കാണാം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്തെങ്കിലും ഹിന്റ് മനസ്സിലായോ ടിയ? ഉറപ്പാണോ? മനസ്സിലായോ? എന്തോ ഉണ്ട് എന്നല്ല മനസ്സിലായത്, അല്ലാതെ സർപ്രൈസ് ഉണ്ടെന്ന് മനസ്സിലായില്ലല്ലോ. കേക്കിന്റെ എക്സാക്റ്റ് അല്ലേ? ആന്റി പാവ, ആന്റിക്ക് രാത്രി ഉറക്കില്ല തോന്നണോ ഗൈസ്? ഈ ആന്റിക്കാണ് രാത്രി ഉറക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് ഏത് കളറാണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നോ അതികുട്ട ബലൂൺസ് ആണെങ്കിലും പക്ക ഡിസൈൻ ചെയ്തതായിരുന്നു. ഈവൻ മാനേജ്മെന്റ് പ്രോഗ്രാം പേരെന്തായിരുന്നു?
ഡി ഈവൻസ്. ഓക്കെ ഫൈൻ, ഡി ഈവൻസ് ആണ് കേട്ടോ. ആ ചേട്ടന്മാരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു ഗൈസ്. കളർ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം പെർഫെക്റ്റ്ലി തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലേ ടിയ? നമ്മൾ മറ്റേ AI വെച്ചിട്ടായിരുന്നു ഞാൻ കൊടുത്തത്. അതൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. ടീക്കുട്ടിയുടെ ഫേസ് നോക്കി അറിയാൻ പറ്റും ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. കാരണം യാതൊരു എന്താ പറയുക ഒരു ഐഡിയ ഇല്ലാതെ ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവളുടെ ഫേസിൽ അത് മനസ്സിലാവും. ഇത്രയും പേരാണ് ഇതിൻ്റെ ബിഹൈൻഡിൽ പ്രവർത്തിച്ച ആൾക്കാർ കേട്ടോ. കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ മൈ ലൈഫ് പാലസ് ആണ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. അത്രമാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹീലിയം ഇല്ലെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ ഒരു തീമായിരുന്നു. അത് അത്യാവശ്യം നന്നായി വന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ടീക്കുട്ടിയുടെ ഫേസിൽ ചമ്മൽ കാണാൻ നല്ല രസമുണ്ട്. ടീക്കുട്ടി കേക്ക് അടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് കേക്ക്? ഡ്രസ്സും വലിയത് നീ അത് വേണമെന്ന് കുറേ ആയില്ലേ പറയണു ഗൈസ്. നമ്മൾ ബർത്ത്ഡേക്കെല്ലാം ഷോർട്ട് കേക്ക് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ കേക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി നന്നായി ചെയ്തിട്ടുണ്ട് അല്ലേ ടിയ? നന്നായി ചെയ്തിട്ടുണ്ട്. അദ്ദിക്കുട്ട സിമ്പിളായിട്ട് ചെയ്തില്ലേ? കേക്ക് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, ഡാഡിയൊക്കെ വരട്ടെ, വെയിറ്റ്. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത്, അപ്പോൾ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വെച്ചാൽ ഈ ഹീലിയം ബലൂൺസിൻ്റെ ഹൈഡ്രജൻ ബലൂൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അത് പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറെ ബാക്ക് ഡ്രോപ്സ് ഒന്നും ചെയ്താൽ അതിൻ്റെ ഒരു രസം വരില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടീക്കുട്ടി അദ്ദിക്കുട്ടിനും ഓരോ ഹൈഡ്രജൻ ബലൂൺ എടുത്ത് കാറിലോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ അടിപൊളിയായി കഴിഞ്ഞിരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്തോളൂ ചേട്ടൻ, കേക്ക് കട്ട് ചെയ്തോളൂ. കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ മൈ ലൈഫിലെ ചേട്ടൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. തരാം കേട്ടോ. ഓക്കെ, ഫ്ലവേഴ്സൊക്കെ എടുത്ത് ദേ നമ്മുടെ ബോൾസൊക്കെ എടുത്ത് അതെ ഇവിടുത്തെ നമ്മുടെ ചേട്ടൻ ബട്ടർഫ്ലൈസ് ഒക്കെ എടുത്ത് ബോൾസ് എഡിബിൾ ബോൾസ് ആണോ അത് ചോദിക്കാൻ പറ്റും. മറ്റേത് കോട്ടഡ് ആണ് അല്ലേ? ഡാഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. അത് ടീക്കുട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. ഓ മൈ ഗോഡ്, ബർത്ത്ഡേ കേക്ക് കഴിച്ചു നോക്കൂ. ഇവിടെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് എങ്ങനെയുണ്ട്? ഓ മൈ ഗോഡ്. അദ്ദിക്കുട്ടൻ കുഞ്ഞിന് കൊടുക്കൂ. ഓക്കെ, ഡാഡി കഴിച്ചോ? ഓ മൈ ഗോഡ്. ടീക്കുട്ടിയുടെ ഫേസിൽ ചെറിയൊരു ചമ്മൽ ദേഷ്യമൊക്കെ ഉണ്ട് ഗൈസ്. പറയാതെ ചെയ്തതിനാണ്. ഞങ്ങൾ ഓൾറെഡി സെലിബ്രേഷൻ ഇല്ലയെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് അദ്ദിക്കുട്ടനും അധികം നമ്മൾ സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനും പറഞ്ഞത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആവുമെന്ന് ടീക്കുട്ടി പ്രതീക്ഷിച്ചില്ല. എന്താണ് ഗിഫ്റ്റ് വേണ്ടത് പറഞ്ഞു? വെയിറ്റിംഗ് ഫോർ 4 million ഗൈസ്. ലാപ്ടോപ്പോ? ഗൈസ് അത് എന്തിനാണെന്നറിയോ ഗൈസ്? എന്തിനാണെന്ന് പറയും ഗൈസ്? എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഡാഡിനോട് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പൂളിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞത്. സുത്തുമണി കം ചിച്ചു. പാലസിലാണ് ഗൈസ്, ഗോൾഡൻ പാലസ് ഗൈസ്. എല്ലാവരും ഇത് ലൈറ്റാണ് ഗൈസ്. ഇത് ഒരു വിശ്വസിക്കാൻ പറ്റില്ല, ഇത് രാത്രിയിലാണ് മാത്രമേ ഇത് തിളങ്ങത്തുള്ളൂ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ടിയ നമ്മളുടെ റൂമാണ്. യെസ്, നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് ഗൈസ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത്. 2, 1 ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം എന്ന് പറയുന്നത്. അല്ല, അതാദ്യം ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നിൻ്റെ സ്പെഷ്യൽ റൂം കാണിച്ചാൽ മതി ഗൈസ്. അപ്പം ഞങ്ങൾ ഇദ്ദേഹത്തിന് നേരത്തെ എഴുന്നേറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇത് അദ്ദിക്കുട്ടൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡാഡി അവിടെ ബിസി ആയിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ പാലസ് എന്ന് പറയുന്നത്. നമ്മൾ മലപ്പുറത്ത് മൈ ലൈഫിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാം. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ദൈവമേ
നോക്കിയടാ ആ മറ്റേ ലൈറ്റ്സ് ഒക്കെ ഇടണല്ലേ ടിയ ആ ആ ആ ആ തൊടു കൈമുട്ടിയില്ലേ ഓക്കെ. ഇനി നമുക്ക് നന്നായി വേദനിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വേദനിച്ചിട്ടേ ഉള്ളൂ. സൂപ്പർ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. നമുക്കിനി അവിടെ ബാത്റൂം കാണിച്ചു കൊടുക്കാം. ബാത്റൂം എന്നൊക്കെ പറയുന്നത് ഗൈസ് കാണിച്ചു തരാം. ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ. ബാത്റൂം എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഗൈസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമ്മുടെ ഇവിടുത്തെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. അതികൂട്ടം ഓടി വാടാ, ചിക്കോടിയോ അതികൂട്ടൻ എന്തോ ഒരു ടോയ് കേട് വരുത്തിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ കിഡ്സ് റൂമാണിത്. മെല്ലെ ഇറങ്ങോട്ടോ, വീഴരുത് ഗൈസ്. ഇതാണ് നോക്കിയടാ, വീഴോ. ഇനി നോക്കിയേ ഗൈസ്, ഇതാണ് നമ്മുടെ കിഡ്സ് റൂമിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-12 പേരൊക്കെ സുഖമായിട്ട് കിടക്കും കേട്ടോ. ഇവിടെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഴും, കാരണം അത്രയും സ്റ്റെപ്സാണ്. നല്ല വലുപ്പമുള്ള ഒരു TV ഉണ്ട്. അതുപോലെ തന്നെ 4 ബെഡ് ഉണ്ട് ഗൈസ്. ഈ 4 ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബെഡിൽ തന്നെ 2 പേർക്ക് കിടക്കാം അല്ലേ ടിയ? ഒരു ബെഡിൽ തന്നെ 2 പേരും, ബോയ്സ് ഗേൾസ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും കൂടെ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഹൽദി സെലിബ്രേറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ ടിയ? അപ്പോൾ ടീക്കുട്ടി ഇന്നലെ രാത്രി ഇവിടെ അല്ല കേട്ടോ ഉറങ്ങിയത്. ടീക്കുട്ടി പേടിച്ചിട്ട് ഇവിടെയല്ല, ഇതിൻ്റെ മുകളിലോട്ട് കയറിയിടാ. അതികുട്ടാ വിളിച്ചാ വരുന്നില്ല ഗൈസ്. അപ്പം ഇങ്ങനെയും നമുക്ക് കയറി പോവാം. അവിടെയും ബെഡില്ലേടാ ഗൈസ്. ചെരുപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ചിക്കുവിടെ അതികുട്ടൻ്റെ കയ്യിൽ ടോയ് എന്തോ കേട് വന്നതുകൊണ്ട് അവനത് നേരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നിൽക്കടാ. ഇതാണ് കേട്ടോ ഇതിൻ്റെ മേലത്തെ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒരാൾക്ക് കിടക്കാം. താഴെ നമുക്ക് ഒരു ഇതിൽ 2 പേർക്ക് കിടക്കാം അല്ലേ ടിയ? 2 പേർക്ക് കിടക്കാം. മൊത്തം ഇവിടെ മാത്രമായിട്ട് 2 അല്ല കേട്ടോ ഗൈസ്, ഇവിടെ ഒരു 3 പേർക്കെങ്കിലും കിടക്കാം. അപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ മറ്റേ എന്ത് ഫംഗ്ഷന് വേണമെങ്കിൽ. ഇവിടെയും ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട് അല്ലേ ടിയ? അവിടെയും ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ഇവിടെയും ഒരു വലിയ കിടക്കാൻ പറ്റും. സൂപ്പറാട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മലപ്പുറം ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റും ലിങ്ക്സും ഒക്കെ കൊടുക്കാം കേട്ടോ.